ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പനിയൊക്കെ ആയിട്ട് അത്യാവശ്യം സൈഡായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നേരത്തെ തന്നെ ഹാസിമിനെ അതേ പ്ലേ സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ട്. മക്കൾക്കും ഈ ആഴ്ച കൂടെ ക്ലാസ് ഉള്ളൂ, അത് കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ടാവും. ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എൻ്റെ വീട്ടിലൊരു ചെറിയ ഗ്യാതറിങ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. തലേ ദിവസം രാത്രി തന്നെ മീനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ ഞാൻ മീൻകറി സെറ്റാക്കി. പിന്നെ രാവിലെ തന്നെ സൂമ്പക്കൊന്നും പോയില്ല, കാരണം എല്ലാം കൂടി നടക്കില്ലല്ലോ. രാവിലെ പിള്ളേർ സ്കൂളിൽ പോയ ഉടനെ ഞാൻ കിച്ചണിലേക്ക് കയറി. പിന്നെ മന്തിയാക്കി, പാൽക്കപ്പ ഉണ്ടാക്കി, പിന്നെ വൈറൽ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ അത് റെഡിയാക്കി, സാലഡ്, പുഡിങ്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് കൂടി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവിങ് പഠിച്ചെങ്കിലും വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞാൻ എടുക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക ഈ സമയത്ത് നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ പോയ സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ബാക്കോട്ട് നിൽക്കരുത്, വണ്ടി എടുത്ത് നോക്കണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വണ്ടി എടുത്ത് ഞങ്ങൾ ഹിൽസ് മാളിൽ വന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും കിച്ചൺ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു ഷോപ്പിലുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ അവിടെ ഒന്ന് വന്നതാണ്. അവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അതിനിടയിൽ ഹാസിമിനെ കാണാതെയായി. പിന്നെ 10 മിനിറ്റ് കൊണ്ട് കിട്ടുകയും ചെയ്തിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിയത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവാണ്. അങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് പിസ്സയൊക്കെ വാങ്ങി, പിന്നെ പാസ്ത വാങ്ങി, പിന്നെ ചീസിൻ്റെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി. ഫുഡൊക്കെ കഴിച്ച് പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ വണ്ടി ഓടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടാ. അതിനുശേഷം പിറ്റേ ദിവസം രാത്രിയാണ്. ഈ ഒരു സിനിമ എപ്പോൾ കണ്ടാലും മതിയാവില്ല കേട്ടോ, ജവാനി ഏ ദിവാനി എന്നുള്ള ആ ഒരു ഹിന്ദി മൂവി. ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ സംഭവങ്ങൾ അൺബോക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ. അങ്ങനെ ആദ്യം അത് ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തു. പിന്നെ അത് ഹാസിമിൻ്റെ കയ്യിൽ സുരക്ഷിതമല്ല എന്ന് കരുതി ഞാൻ കിച്ചണിലേക്ക് മാറ്റിയിട്ടല്ല. അപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അത് ക്ലിയർ ആവാതിരുന്നത്. പിറ്റേ ദിവസം ഞാൻ സൂമ്പക്കൊക്കെ പോയി വന്നു. ഇന്ന് ഹാറുവിൻ്റെ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ആളെ ഒന്ന് റെഡിയാക്കി വിടുന്നതാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് തലേ ദിവസം അതൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി മൂപ്പര് ഇറങ്ങി. അപ്പോൾ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞാനും ഒരു 9 ആ ഒരു സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേനും അവൻ്റെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒന്ന് കയറി, അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിറ്റേ ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ നാഷണൽ ഡേ ആണ്. നാഷണൽ ഡേ ആയിട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫെസ്റ്റിവൽ സിറ്റിയുടെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിക്ക് അവിടെ ഫയർ വർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞാനും ഹാറൂനും ഹാസിമുമായിട്ട് ഇറങ്ങി. അമ്താനെന്ന് കുറേ കുട്ടികളൊക്കെ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിളിക്കണോടത്ത് മൂപ്പർക്ക് വരാൻ ഭയങ്കര മടിയാണ്. ഇക്ക ഉണ്ടെങ്കിൽ പിന്നെ ഫോഴ്സ് ചെയ്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾ പേടിച്ചിട്ട് ഇറങ്ങും. ഞാൻ വിളിക്കുമ്പോൾ തന്നെ ആൾ വരില്ല, എനിക്ക് കളിക്കാൻ പോകണമെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്യലില്ല കേട്ടോ. ഒരു തവണ പറഞ്ഞു നോക്കും, പിന്നെ വരണില്ലെങ്കിൽ പിന്നെ ഞാൻ പോരും. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അവർ ചെന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഫയർ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ എല്ലാം നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രൗഡായിരുന്നു. കുറേ പേര് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം സ്കൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 10 മണിക്കുള്ളിൽ അവിടെ നിന്ന് പിരിയണം എന്നാണ് വിചാരിക്കുന്നത്. 8 മണി ആ ഒരു സമയത്താണല്ലോ ഫയർ വർക്ക്. അപ്പോൾ ഇവർ കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് തന്നെ സ്പേസ് കിട്ടി. അങ്ങനെ ഞാൻ അവരവിടെ ചെന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ലൊക്കേഷൻ അയച്ചു തരാണ് കേട്ടോ ചെയ്തത്. ഇക്കയില്ലാതെ വണ്ടി എടുക്കുന്ന 2-3 ദിവസങ്ങളിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. വഴി തെറ്റി പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചവിടെ എത്തുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കുറേ തെറ്റിയിട്ടാണ് കേട്ടോ ഓരോ സ്ഥലത്ത് എത്തുന്നത്. ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ പോകാനുള്ളൊരു ധൈര്യം. അല്ലെങ്കിൽ എനിക്ക് അതുമില്ല, കാരണം എനിക്ക് ഒട്ടും അറിയാൻ വയ്യ കേട്ടോ ഒരു വഴി.
അങ്ങനെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും അവരുടെ കസിനും അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് കേട്ടോ കൂടുതൽ ഫുഡും കൊണ്ടുവന്നത്. പൊറോട്ടയും ബീഫും പ്രോൺസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, എല്ലാം മസാലയൊക്കെ തേച്ചിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് എന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് ചോദിക്കാൻ പോലും വിട്ടുപോയി. ഞാനങ്ങനെ തന്നെ ഒന്നും എടുക്കാതെ അങ്ങനെ അവിടെ ഇറങ്ങി പോരുക ചെയ്തത്. കറക്റ്റ് 8:05 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫയർ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ പിള്ളേർ വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയർ വർക്ക് കണ്ടോടുകൂടി എല്ലാവരും സ്റ്റക്കായി കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. ഹാസിമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത്രയും നേരം മണ്ണിലും വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും സ്റ്റക്കായി കുറേ വീഡിയോയും ക്യാമറയൊക്കെ ആയിട്ട് ഇതേ അങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പ്രോൺസ്, പിന്നെ ഫിഷ്, അങ്ങനെ ഓരോന്നോരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഹാസിമിൻ്റെ 2 തവണ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെയും വെള്ളത്തിലും മണ്ണിലും പോയാണ് കളിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. വല്ല ഷോപ്പിംഗ് മാളിലൊക്കെ ആണെങ്കിൽ ആൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇത് എന്തായാലും ഇറങ്ങി ഓടും. അങ്ങനെ 15 മിനിറ്റുള്ള ഫയർ വർക്കൊക്കെ കഴിഞ്ഞ് അടുത്ത കലാപരിപാടി ഇതായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ബർത്ത്ഡേക്കൊക്കെ അടിക്കുന്ന ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഒരു അളിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രേ അടിച്ചുള്ള മത്സരമായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതേ ഹോട്ട് ഡോഗ് കുറച്ചുണ്ടായിരുന്നത്, അതൊക്കെ ഗ്രില്ല് ചെയ്ത് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചിരിച്ചതിനൊരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ അതേ വൈബിലുള്ള കുറച്ച് പേരായിട്ട് കൂടുമ്പോൾ അറിയാലോ, ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ ദിലീപിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരണേ. പിന്നെ അതിൻ്റെ കേസിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദിലീപിൻ്റെ ഭാഗത്ത് നിൽക്കണവരും ഓപ്പോസിറ്റ് നിൽക്കണവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ സംസാരം, ഫുഡടി, കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഫൈനലി ഇപ്പോൾ നമ്മുടെ പൊറോട്ടയും നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ കഴിച്ച് ഞങ്ങളൊരു 10 മണിയായപ്പോഴത്തേനും ഞാനും കുട്ടികളും നേരത്തെ പോന്നു. കാരണം പിറ്റേ ദിവസം സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു 2 ദിവസവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ അടയ്ക്കും. അങ്ങനെ വെക്കേഷനിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.